എന്റെ JBL നശിപ്പിച്ച എലിയോടുള്ള എന്റെ 1.5 കൊല്ലം കൊണ്ടുള്ള പ്രതികാരമാണ് ഈ ഒരു വീഡിയോ. അതായത് എലിയുടെ ശവോടെ കാണുന്നത് ഒരു എലി കാരണം എനിക്ക് സമാധാനമില്ല. ഞാൻ ആഗ്രഹിച്ചു വാങ്ങിയ ഒരു JBL എലി കടിച്ചു മുറിച്ച് നശിപ്പിച്ചു. എലിയെ പഠിച്ച് ഞാൻ JBL എടുത്ത് റൂഫിന്റെ മുകളിൽ ഫിറ്റ് ചെയ്തു. ഇനി എലിക്ക് കടിക്കാൻ വേണമെങ്കിൽ എനിക്ക് വെറുതെ ബോറടിക്കുമ്പോൾ കടിക്കാൻ വേണ്ടി ഒരു വയറും ഞാൻ വെറുതെ തൂക്കിയിട്ട് കൊടുത്തു. എലി കടിക്കാതിരിക്കാൻ വേണ്ടി വയറുകളെല്ലാം ഒളിപ്പിച്ചു വെച്ചു. ഇനി എലി എങ്ങനെ കടിക്കും? ഉള്ള 2 JBL എന്റെ റൂഫിന് മുകളിലാണ് ഫിറ്റ് ചെയ്തിട്ടുള്ളത്. ബാക്കി സ്പീക്കറുകളെല്ലാം തറയിൽ നിന്ന് ഉയരത്തിലുമാണ്. എന്റെ പ്ലാനുകളെല്ലാം അടിപൊളിയായിരുന്നു. കുറെ നാളുകൊണ്ട് എലിയുടെ ശല്യമൊന്നുമില്ല. പക്ഷേ എന്റെ വീട്ടിലെ എലി ഞാൻ ഉദ്ദേശിച്ച ആളല്ല. വീട്ടിലുണ്ടായിരുന്ന ഒരു എലി അങ്ങ് പെറ്റ് കൂട്ടി. ഇപ്പൊ 1, 2, 3, 4 അല്ല, അവരൊരു ടീം തന്നെ ഉണ്ട്. JBL കടിക്കാൻ പറ്റാത്തതുകൊണ്ട് എലി അമ്മയുടെ ഫ്രിഡ്ജിന്റെ വിറക്കെ കടിച്ചു മുറിച്ചു. അമ്മയുടെ റേഷനറി വരെ കടിച്ചു തിന്നു. ഒരു എലി വാഴികളഞ്ഞ JBL ആണ് നിങ്ങളീ കാണുന്നത്. ഇത് ഞാൻ ശരിയാക്കി എടുക്കും. എന്നാൽ എന്റെ കമ്പനി വേറെ എലി കട്ട് ചെയ്ത് കളഞ്ഞു. ഞാനറിയാതെ ഈ എലി എന്റെ JBLനകത്ത് ഒരുപാട് നാൾ താമസിച്ചിരുന്നു. എല്ലാം ഞാൻ സഹിച്ചു. പക്ഷെ ഇന്നലെ രാത്രി അമ്മ കുളിക്കാൻ വെച്ചിരുന്ന സോപ്പ് എലി എടുത്തോണ്ട് പോയി. അമ്മ കുളിക്കാൻ വന്ന് നോക്കിയപ്പോഴേക്കും അമ്മയുടെ സോപ്പ് കാണാനില്ല. അമ്മയ്ക്ക് അമ്മയുടെ കുണം വന്നു. ഇത്രയും നാൾ റേഷനറിയും കൊടുത്ത് വീട്ടിൽ താമസം ഒരുക്കി കൊടുത്ത് എല്ലാ സെറ്റപ്പും ചെയ്ത് കൊടുത്തിട്ടും അമ്മയുടെ സോപ്പ് അടിച്ചോണ്ട് പോയി. അമ്മയ്ക്ക് എലിയോട് ദേഷ്യം വന്നു. അമ്മ ഒരു കാര്യം തീരുമാനിച്ചു, എലിയെ കൊല്ലണം. അന്ന് രാത്രി തന്നെ ഇല്ലാത്ത എലിവിൽ എവിടെന്നോ പോയി ഒപ്പിച്ചുകൊണ്ട് വന്ന് അമ്മ എനിക്ക് ഒരു തേങ്ങാപ്പീസും വെച്ച് കെണി വെച്ചു. രാത്രി ലൈറ്റ് ഓഫ് ആക്കി. കുറച്ച് കഴിയുമ്പോഴേക്കും പടവുന്നൊരു സൗണ്ട് കേട്ടു. ഞാനും അമ്മയോട് ഓടിച്ചെന്ന് നോക്കി. എലിയുടെ കഥ കഴിഞ്ഞു. അങ്ങനെ ഒരു എലി വിട പറഞ്ഞു. എലിക്ക് ഞങ്ങളുടെ ആദരാഞ്ജലികൾ. ഇനി ഇവിടെ എലിയുണ്ട്. എലിവിൽ ഒന്നുകൂടി കളിപ്പിച്ചു വെച്ചിട്ടുണ്ട്. ഇനി ഇവിടെയുള്ള എല്ലാ എലികൾക്കും അമ്മയുടെ എലിവിലേക്ക് സ്വാഗതം.